നെപ്പോളിയൻ്റെ ഈജിപ്ഷ്യൻ പര്യടനത്തിൻ്റെ പ്രധാന താൽപ്പര്യങ്ങളിലൊന്ന് ടിപ്പുവിനെ സഹായിക്കുക എന്നതായിരുന്നത്രേ. ഈജിപ്ത് ജയിച്ചടക്കിയാൽ ഇന്ത്യയിലെ ടിപ്പു സാഹിബുമായി ചേർന്ന് ബ്രിട്ടീഷ് അധികാരങ്ങൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് അവസാനിപ്പിക്കണം എന്ന് നെപ്പോളിയൻ പ്രഖ്യാപിച്ചു. എന്നാൽ 1798 നെപ്പോളിയൻ്റെ നാവികസേനയെ നൈൽ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു. ഇതോടെ നെപ്പോളിയൻ്റെ സഹായം പെട്ടെന്ന് ടിപ്പുവിന് എത്തിച്ചേരില്ല എന്നുറപ്പായി. ഈ അവസരത്തിൽ വെല്ലിംഗ്ടൺ പ്രഭു ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ ഒരു കൂറ്റൻ സൈന്യം ശ്രീരംഗപട്ടണത്തേക്ക് മാർച്ച് ചെയ്തു. കൂടെ മറാഠകളും ഹൈദരാബാദ് നിസാമും ചേർന്നു. മൈസൂർ സൈന്യത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള സൈന്യമായിരുന്നു ശത്രുക്കളുടേത്. എങ്കിലും പോരാട്ടം കനത്തു. ടിപ്പുവിൻ്റെ റോക്കറ്റുകൾ ബ്രിട്ടീഷ് സഖ്യസൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിനിടയിൽ ടിപ്പുവിൻ്റെ പാളയത്തിൽ ചതിയുമുണ്ടായി. മിർസാദിഖ് അടക്കം 5 ഉദ്യോഗസ്ഥർ ടിപ്പുവിനെ ഒറ്റുകൊടുത്തു. മൈസൂർ സൈന്യത്തിൻ്റെ ശമ്പളം വൈകിപ്പിച്ചും സുൽത്താൻ്റെ പരമപ്രധാനമായ ഉത്തരവുകൾ സൈന്യത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിച്ചും മിർസാദിഖ് ടിപ്പുവിൻ്റെ പ്രതിരോധ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കോട്ടമതിലുകളുടെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങളും ബ്രിട്ടീഷുകാർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. കോട്ടയ്ക്കകത്ത് നിന്ന് തുരുതുരാ റോക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒരു പീരങ്കി പ്രയോഗം കോട്ടക്കകത്തേക്ക് പതിച്ചു. അത് ചെന്നു വീണത് തൊടുക്കാൻ തയ്യാറാക്കി വെച്ച റോക്കറ്റുകൾക്കിടയിലായിരുന്നു. കോട്ടക്കകത്ത് ഉഗ്രസ്ഫോടനം നടന്നു. പുകയും പൊടിപടലങ്ങളും നിറഞ്ഞു. ആളപായങ്ങളും പരിക്കുകളും ഉണ്ടായി. കോട്ടമതിലുകളിൽ വിടവുകൾ രൂപപ്പെട്ടു. കോട്ടമതിൽ അങ്ങനെ ബ്രിട്ടീഷ് പട ഭേദിക്കുകയാണ്. അന്നേരം തൻ്റെ ഫ്രഞ്ച് സൈനിക ഉപദേശകർ ടിപ്പുവിനോട് തൽക്കാലം രക്ഷപ്പെട്ടു പോകാൻ നിർദ്ദേശിച്ചു. ഇന്നത്തോടെ ടിപ്പുവിൻ്റെ പോരാട്ടങ്ങൾ അവസാനിക്കേണ്ടതില്ലെന്ന് അവർ പറഞ്ഞു നോക്കി. എന്നാൽ ടിപ്പു സുൽത്താൻ പ്രഖ്യാപിച്ചു, ഒരാടിനെ പോലെ പേടിച്ച് 1000 ദിവസം കഴിയുന്നതിലും നല്ലത് സിംഹത്തെ പോലെ ഒരു ദിവസം കഴിയുന്നതാണ്. ടിപ്പു അടർക്കളത്തിലേക്ക് ചാടി വീണു. എതിരിൽ വന്ന ബ്രിട്ടീഷ് പട്ടാളം കഷ്ണങ്ങളായി ചിതറിപ്പോയി. നേർക്കുനേർ യുദ്ധം ചെയ്യാൻ പോലും വെള്ളക്കാരും അവർക്ക് കൈകൊടുത്ത മറാഠകളും നിസാമിൻ്റെ കൂലിപ്പടയും പേടിച്ചു. ഒരേ സമയം പല ആംഗിളുകളിൽ പടവെട്ടാനും യുദ്ധക്കളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുതിച്ചെത്തി സഹസൈനികർക്ക് ആത്മവിശ്വാസം നൽകാനും അതുപോലെ എതിരാളികളിൽ ഭയം നിറക്കാനും അസാധാരണമായ മിടുക്കുണ്ടായിരുന്നു ടിപ്പുവിന്. കൂട്ടപ്പൊരിച്ചിലിനിടയിൽ ഇംഗ്ലീഷ് പട തലങ്ങും വിലങ്ങും വെടിയുതിർത്തു. അവരുടെ തന്നെ പട്ടാളക്കാർ ആ വെടിയുണ്ടകളേറ്റ് വീണുപോയി. അതുപോലെ ചീറിപ്പാഞ്ഞെത്തിയ ഒരു വെടിയുണ്ട ടിപ്പുവിനെ തൊട്ടു. ഒന്നിനു പിറകെ ഒന്നായി വെടിയുണ്ടകൾ തുളഞ്ഞുകയറി. വീണുപോകുന്ന ടിപ്പുവിൻ്റെ ശരീരത്തിൽ വാളുകൾ ചുംബിച്ചു. കഠാരകൾ വിരുന്നുകൂട്ടി. ഷഹീദ് ടിപ്പു സുൽത്താൻ അമരനായി തീർന്നു. കോട്ടയുടെ അകത്തളം മൃതശരീരങ്ങളാൽ നിറഞ്ഞു. അതിനിടയിൽ ടിപ്പുവിൻ്റെ മൃതശരീരം ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു. ടിപ്പു വീണ വാർത്തയറിഞ്ഞ ബ്രിട്ടീഷ് ജനറൽ ജോർജ് ഹാരിസ് ഉറക്കെ അലറിയത്രേ, ഇനി ഇന്ത്യ നമുക്ക് സ്വന്തമാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ ലണ്ടൻ്റെയും മാഞ്ചസ്റ്ററിൻ്റെയും തെരുവുകളിൽ വെള്ളക്കാർ ആഘോഷത്തിമിർപ്പിലാണ്ടു.